ഹായ്, ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ ആണ്. സൺഡേ കൂടിയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആൻഡ് ഒരു ഹാപ്പി വുമൻസ് ഡേ നേരുകയാണ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ വുമൻസിന് ഒരു പ്രത്യേക ദിനമായിരുന്നു കേട്ടോ. അതായത് മർത്തമറിയം സമാജം ആൻഡ് ചൈതന്യ വേദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആനുവൽ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് കേട്ടോ. ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള പരിപാടികളെക്കുറിച്ചൊക്കെ ഒന്ന് അവലോകനം ചെയ്യുകയും പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, അതും ഈ ഒരു വുമൻസ് ഡേയിൽ തന്നെ അതിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പ്രയറോടുകൂടിയാണ് ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനകത്ത് അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് കേട്ടോ, ബ്രൈറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അതായത് ഈ ഒരു വുമൻസ് ഡേയിൽ അച്ഛൻ്റെ ആ ഒരു വാചകം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. നമ്മൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുക. അത് നമ്മുടെ മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ആത്മീയമായും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ബ്രൈറ്റ് ആയിട്ടിരിക്കണം. അപ്പം നമ്മൾ ലേഡീസിന് വേണ്ടി ഞാൻ തരുന്ന ഒരു ഈ വർഷത്തെ ഒരു മോട്ടീവ് കോട്ടാണ് ബി ബ്രൈറ്റ്. ബ്രൈറ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് ഏത് കാര്യത്തിലും തിളങ്ങാൻ സാധിക്കും. അത് ഓർമ്മയിൽ എല്ലാവരും വെച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വരും, ഒരുപാട് സിറ്റുവേഷനുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളെ തളർത്താൻ നോക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ബ്രൈറ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറണം. അതിനൊരു ആഹ്വാനം കൂടിയാണ് ഞാൻ ഈ ഒരു വുമൻസ് ഡേയിൽ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങൾ കുറച്ച് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്കും കുറച്ച് പ്രൈസൊക്കെ കിട്ടി കേട്ടോ. അതായത് കോമ്പറ്റീഷൻസ്, ഗാർഡനിങ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, അതുകൂടാതെ ആർട്ടിൻ്റെ വകയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പ് നമ്മുടെ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ മത്സരിച്ചിരുന്ന ഗ്രൂപ്പ് സോങ്ങിനൊക്കെ മത്സരിച്ച് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരൂടായിരുന്നു അന്ന് ഗ്രൂപ്പ് സോങ് പാടിയത്. ഞങ്ങൾക്കും അതിന് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്യുക്ക് ബൈബിൾ റീഡിങ്ങിൻ്റെ മത്സരത്തിനും എനിക്കൊരു 3rd പ്രൈസ് കിട്ടിയായിരുന്നു. ഈ ഒരു വുമൻസ് ഡേയിൽ ഇങ്ങനൊരു പ്രൈസ് വാങ്ങാൻ കൂടി കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ പറയുന്നു, ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുക. ഹാപ്പി വുമൻസ് ഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.